ക്രെഡിറ്റ് സ്കോറൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഞാനിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡ് FD ബേസ്ഡ് ക്രെഡിറ്റ് കാർഡാണ്. നിങ്ങൾക്ക് ഇൻകം പ്രൂഫോ അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ ഇല്ലാത്തൊരാൾക്കാരോ ആർക്ക് വേണമെങ്കിലും ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട് പറ്റും. അത് മാത്രമല്ല, നമ്മൾ സാധാരണ ഇതൊക്കെ ഒരു FD ബേസ്ഡ് ക്രെഡിറ്റ് കാർഡ് നോക്കുമ്പോൾ അതിൻ്റെ റിവാർഡ് പോയിൻറ്റ്സും അതിൽ കിട്ടുന്ന ബെനിഫിറ്റ്സും എല്ലാം വളരെ മോശമായിട്ടാണ് തോന്നാറുള്ളത്. എന്ന് വെച്ചാൽ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല നമ്മൾ ആ കാർഡ് ഉപയോഗിക്കുന്നതുകൊണ്ട്. ബട്ട് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന SBM ബാങ്കിൻ്റെ സിറ്റ് ക്രെഡിറ്റ് കാർഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ സിബിൽ സ്കോർ നമ്മുടെ കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നല്ല റിവാർഡ് പോയിൻറ്റ് തരുന്ന അല്ലെങ്കിൽ നല്ലൊരു ഓഫേഴ്സൊക്കെ തരുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. അപ്പം ഈ കാർഡിൻ്റെ ഫീച്ചേഴ്സ്, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഈ കാർഡിന് വേണ്ട എലിജിബിലിറ്റി കേസിൽ നോക്കിക്കഴിഞ്ഞാൽ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരായാലും സാലറീഡ് ആയിട്ടുള്ള ആൾക്കാരായാലും ഇനി ജോലി ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട് പറ്റും. മൊത്തത്തിൽ നമുക്ക് ഈ വീഡിയോയിൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഈ കാർഡിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഫീച്ചേഴ്സിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള കാര്യം, ഇതൊരു ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. ഇതിന് ആനുവൽ ഫീസോ ജോയിനിങ് ഫീസോ ഒന്നും വരുന്നില്ല. അതുപോലെ മിനിമം നമ്മൾ 5000 രൂപയാണ് ഈ കാർഡ് എടുക്കാനായിട്ട് നമ്മൾ FD ആയിട്ട് ഇടേണ്ടത്. നമ്മൾ ഈ FD ഇട്ട് കഴിഞ്ഞാൽ ഒരു കേസ് ശ്രദ്ധിക്കേണ്ട കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു FD എമൗണ്ട് 5000 ഇട്ടു, അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നാൾ 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിലൊക്കെ, ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ വിഡ്രോ ചെയ്യണതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നിങ്ങളത് ചിന്തിച്ചിട്ട് വേണം ഈ കാർഡ് എടുക്കാനായിട്ട്. കാരണം നമ്മളിപ്പോൾ ഇത് നേരത്തെ കൂട്ടി വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിഡ്രോ ചാർജൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ ഈ 5000 രൂപ ഈ കാർഡ് എടുത്തു കഴിഞ്ഞാൽ 5000 രൂപയാണ് മിനിമം ഇടേണ്ടത്. 5000 രൂപയിൽ നമുക്ക് 90% ആണ് നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് നമുക്ക് കിട്ടുക. 10000 രൂപയാണ് നമ്മൾ ഇടുന്നതെങ്കിൽ നമുക്ക് 9000 രൂപയാണ് കിട്ടുക. RBIയുടെ ഇൻഷൂർഡ് ക്രെഡിറ്റ് കാർഡാണിത്. അപ്പോൾ വേറെ ഇഷ്യൂസൊന്നും ഈ ക്രെഡിറ്റ് കാർഡിൽ വരുന്നില്ല. SBM ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് നമുക്ക് റുപ്പേ സീരീസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. റുപ്പേ സീരീസിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് നമുക്ക് ഗൂഗിൾ പേയിലും ഫോൺ പേയിലും അതുപോലെ ക്രെഡിറ്റ് ആപ്ലിക്കേഷനിലും സൂപ്പർ മണിയിലൊക്കെ നമുക്ക് ഈ കാർഡ് ആഡ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. മെർച്ചൻറ്റ് പേയ്മെൻറ്റ്സ് ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഒരു വട്ടം നമ്മൾ ഈ FD ബേസ്ഡ് ക്രെഡിറ്റ് കാർഡ് എടുത്തു, നമ്മൾ 5000 രൂപയാണ് എടുത്ത്, നമുക്ക് ഈ 5000 രൂപ പോരാ, നമുക്ക് കുറച്ചുകൂടി പൈസ ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോപ്പ് അപ്പ് ഫീച്ചർ ഈ ക്രെഡിറ്റ് കാർഡിൽ വരുന്നുണ്ട്. നമുക്ക് FD പിന്നെ ഇടാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. 1000 രൂപയുടെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് നമുക്ക് ഇടാൻ പറ്റുക. മാക്സിമം നമുക്ക് 5 ലക്ഷം രൂപ വരെയാണ് ഈ ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് പൈസ ആഡ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ നമുക്ക് ലിമിറ്റ് നമ്മുടെ കുറവാണ് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സേവിങ്സ് എമൗണ്ടൊക്കെ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് റേറ്റും കൂടി കിട്ടുന്നുണ്ട്. 7% ഇൻട്രസ്റ്റ് റേറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഈ കാർഡിനെ ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്ന ജോയിനിങ് ബെനിഫിറ്റ് നമുക്ക് നോക്കാം. 21000 രൂപയുടെ വെർത്തായിട്ടുള്ള ജോയിനിങ് ബെനിഫിറ്റ്സ് ആണ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ നമുക്ക് OTT സബ്സ്ക്രിപ്ഷൻ്റെ കേസാണ് മെയിനായിട്ട് വരുന്നത്. ജിയോ ഹോട്ട്സ്റ്റാർ, സോണി ലീവ് ആൻഡ് C5 ഈ 3 സബ്സ്ക്രിപ്ഷൻസും നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് 1 ഇയറിൻ്റെ കിട്ടുന്നുണ്ട്. ഫുഡ് കാറ്റഗറിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൊമാറ്റോയുടെ ഗോൾഡ് മെമ്പർഷിപ്പ് നമുക്ക് 1 ഇയർ ഗോൾഡ് മെമ്പർഷിപ്പ് കിട്ടുന്നുണ്ട്. 50% ഓഫ് നമുക്ക് ഡോമിനോസ് പിസയിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഷോപ്പിങ്ങും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആമസോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ഫ്ലിപ്കാർട്ട് കേസിലാണെങ്കിൽ നമുക്ക് 3% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. സ്വിഗ്ഗി വഴി നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 20% ഓഫാണ് കിട്ടുന്നത്. അപ് ടു 100 റുപ്പീസ് വരെയാണ് കിട്ടുന്നത്. ഇൻസ്റ്റാമാർട്ട് വഴിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് 100 റുപ്പീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സൊമാറ്റോയുടെ ഭാഗത്തു നിന്ന് നമുക്ക് 20% ഓഫാണ് കിട്ടുന്നത്. അപ് ടു 100 റുപ്പീസാണ് കിട്ടുന്നത്. ബുക്ക് മൈ ഷോയിൽ നമുക്ക് ഈ സെയിം ഫീച്ചർ തന്നെ അവൈലബിൾ ആണ്. 20% ഓഫ് അപ് ടു 100 റുപ്പീസാണ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. സെറ്റ് ക്രെഡിറ്റ് കാർഡ് നമുക്ക് കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യാൻ പറ്റുന്നത് സെറ്റ് ആപ്ലിക്കേഷൻ വഴിയാണ്. നമുക്കവിടെ ക്രെഡിറ്റ് ലിമിറ്റും അതുപോലെ തന്നെ നമുക്ക് എത്രയാണ് യൂട്ടിലൈസേഷൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കവിടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ സിബിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ക്രെഡിറ്റ് ഹിസ്റ്ററിയും നല്ല ഓഫേഴ്സും എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അതുവഴി എടുക്കാനായിട്ട് മാക്സിമം നോക്കുക. ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.